ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇടത് വലത് എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മണ്ഡലം തല കൺവെൻഷനുകൾ പൂർത്തിയാക്കുമ്പോൾ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി അറക്കുളം കുടയത്തൂർ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. എൻ.ഡി.എ സ്ഥാനാർത്ഥി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും കാഞ്ചിയാർ പഞ്ചായത്തിലും കൺവെൻഷനുകളും പൂർത്തിയാക്കി. ഇടുക്കിയിൽ നിന്നും ബിജു വൈശൻ പറമ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടത് വലത് എൻ.ഡി.എ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്നും പര്യടന പരിപാടിയിൽ സജീവമായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ഇന്ന് നിയോജക മണ്ഡലതല പ്രചരണ ഓഫീസാണ് ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന UDF ചെയർമാൻ അടൂർ പ്രകാശാണ് ചെറുതോണിയിൽ നിയോജക മണ്ഡല ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കുടയത്തൂർ മണ്ഡലം തല കൺവെൻഷനിൽ ഇന്ന് അറക്കുളത്താണ് റോയ് കെ പൗലോസ് പങ്കെടുത്തത്. ഇന്നും അതായത് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഉള്ളത്. ശേഷം 28-ാം തീയതി വാഹന പര്യടന പരിപാടികൾക്ക് കഞ്ഞിക്കുഴിയിൽ UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിക്ക് തുടക്കമാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റ്യൻ ഇന്ന് കുടയത്തൂർ അറക്കുളം പഞ്ചായത്തിലാണ് വാഹന പര്യടന പരിപാടി ആരംഭിച്ചത്. രാവിലെ 7:30 പഞ്ചായത്തിന്റെ പ്രവേശന കവാടമായി മുത്തൂരണ്ടയാറിൽ CPM ജില്ലാ സെക്രട്ടറി CB വർഗീസിന്റെ അധ്യക്ഷതയിൽ CB വർഗീസ് ഉദ്ഘാടനം ചെയ്ത പര്യടന പരിപാടിക്കാണ് തുടക്കമായത്. തുടർന്ന് 30ഓളം കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ച് വൈകിട്ട് മൂലമറ്റത്ത് സമാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ കട്ടപ്പന നഗരസഭയിലും കാഞ്ചിയാർ പഞ്ചായത്തിലുമാണ് ഇന്ന് പഞ്ചായത്ത് തല കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അതായത് NDAയുടെ പഞ്ചായത്ത് കൺവെൻഷനാണ് നടന്നു വരുന്നത്. അതിനുശേഷമാണ് അവർ നിയോജക മണ്ഡലം തല പര്യടന പരിപാടിയിലേക്ക് കടക്കുന്നത്. എന്താണെങ്കിലും ഇടതു വലതു മുന്നണികൾക്കൊപ്പം NDA സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ മണ്ഡലത്തിൽ പര്യടന പരിപാടികൾ സജീവമായിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയൊരു ചൂടാണ്. എന്താണെങ്കിലും കാലാവസ്ഥ അതീവ ചൂടാണെങ്കിൽ പോലും അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിലുള്ളത്. നാളെ ഒരു ദിവസം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വാഹന പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് ഇന്നാണ് ആരംഭിച്ചത്. NDA ആകട്ടെ പഞ്ചായത്ത് കൺവെൻഷൻ പൂർത്തീകരിച്ച് വരുന്നതേ ഉള്ളൂ. ഇടതു വലതു മുന്നണികൾക്ക് എന്നും വേലിയേറ്റമുള്ള മണ്ഡലം തന്നെയാണ് ഇടുക്കി നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ ഫലം പ്രവചിക്കുകയും അതീതമാണ്. ഭൂവിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി വോട്ട് നേടുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിനുണ്ടായ വികസന നേട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രചരണ രംഗത്തുള്ളത്. NDA ആകട്ടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മുൻനിർത്തിയുമാണ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും തീവാറും പോരാട്ടത്തിന്റെ ആ ഒരു ഇലക്ഷന്റെ തീവ്രതയേറിയ പ്രചരണ പരിപാടിയാണ് ഇന്ന് സമാപിച്ചത്. ഷിബിൻ.